അങ്കിളെ നമസ്കാരം. ദിലീപിന്റെ ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ പോയിട്ട് സിനിമ കണ്ടിരുന്നു. സിനിമയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായമായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, വനിത വിനീതിയ ആ തിയേറ്ററിലുള്ള ആൾക്കാരുടെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സിനിമ ഇറങ്ങുമ്പോഴും അവർ ആദ്യം പറയുന്നത് ഇത് കോടികൾ വാരും, ഇത് 100 ദിവസം ഓടും എന്ന് തന്നെയാണ്. ഇന്നും അതുപോലെ തന്നെയുള്ള വാർത്തകളാണ് ആദ്യം തന്നെ കേട്ടത്. എന്താണെന്ന് വെച്ചാൽ ദിലീപിനോട് അനുഭാവമുള്ളവര്, ദിലീപിന്റെ പൈസ വാങ്ങിച്ചു വന്നവര്, അതുപോലെ തന്നെ ദിലീപിനോട് കൂറുള്ളവര്, അവരൊക്കെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കും, ഇത് നല്ലൊരു സിനിമയാണ് എന്നാണ്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ 130 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു സദ്യ കിട്ടിയിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. അതായത് അത്ര വലിയ ഒരു സംഭവമൊന്നുമില്ല. മോഹൻലാലും അതുപോലെ ദിലീപും കൂടി എന്തോ വലിയൊരു സംഭവം കാണിക്കും എന്നൊക്കെ വിചാരിച്ചു പോയ നമുക്ക് അവിടെ ഒരു സംഭവവും കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയും കുറച്ചെങ്കിലും ഉഷാറാക്കിയത് എനിക്ക് തോന്നുന്നത് ധ്യാൻ ശ്രീനിവാസനും അതുപോലെ വിനീത് ശ്രീനിവാസനും മാത്രമാണ്. ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ നനഞ്ഞ പടകം പോലെയാണ്. മോഹൻലാൽ അടക്കം ഇതിനെന്തിനാണ് അദ്ദേഹം തലവെച്ച് കൊടുത്തതെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ മോഹൻലാൽ ഇതിന് തലവെച്ച് കൊടുക്കാതിരുന്നിട്ട് വേറെ ആരെങ്കിലും ആണെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു അബദ്ധം വരില്ല. കാരണം ഇതിപ്പോഴും മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ടാണ് പകുതി ആൾക്കാരും കയറിയത്. ദിലീപിനെ കാണാൻ വേണ്ടി മാത്രമല്ല, മോഹൻലാൽ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാകും. ഒരുപാട് വർഷമായി മോഹൻലാലും ദിലീപും ഒരുമിച്ച് അഭിനയിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പെട്ടെന്ന് ബബ്ബബ്ബ എന്ന് പറയുമ്പം ഭയം, ഭക്തി, ബഹുമാനം ഈ സിനിമ കാണാൻ കയറിയത്. പക്ഷേ നിരാശ തന്നെയായിരുന്നു. നിരാശയാണ്. കാരണം ഒരുതരം എന്താ പറയേണ്ടത്, ചളി കോമഡികൾ, പിന്നെ എന്ന് പറഞ്ഞാൽ ആരോടൊക്കെ പ്രതികാരം ചെയ്യുന്നത്, ദിലീപിനെ സ്തുതി പാടുന്ന കുറേ ആൾക്കാരുടെ സിനിമ, ദേവനെ പോലെയുള്ള അങ്ങനെ ഒരുപാട് പേരുണ്ട് ദിലീപിനെ സ്തുതി പാടുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ റിയാസ് ഖാന്റെ ഒരു എൻട്രി ഉണ്ട്. അത് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രസമുണ്ടായിരുന്നു. അത് ദിലീപിന്റെ പഴയ സിനിമയിലെ പാട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മോഹൻലാലിന്റെ ദാങ്കണങ്ക ദില്ലം ദില്ലം നില ആ ഒരു പാട്ട് കാര്യങ്ങളൊക്കെ. എൻ്റെ അഭിപ്രായം, ദിലീപ് ഈ ഒരു കഥാപാത്രം ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. അതായത് ഇമാതിരി കോമഡി, ഇമാതിരി തോന്നിവാസമുള്ള കഥാപാത്രം ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ബാന്ദ്ര മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നില്ലേ, ബാന്ദ്ര എന്നുള്ളത് 8 നിലയിൽ പൊട്ടിയത് ഇതുകൊണ്ട് തന്നെയാണ്. ആ ബാന്ദ്രന്റെ അതേ ഗതിയാണ് ഈ ഒരു സിനിമക്കും വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കോടതി വിധി വന്ന് ആദ്യത്തെ സിനിമ എന്നുള്ള തരത്തിൽ എല്ലാവരും പോയി കാണും. ചിലപ്പോഴേ അതറിയുന്നത് കൊണ്ടായിരിക്കാം ഗോകുലം ഗോപാലൻ ചേട്ടൻ ഇന്ന് തലവെച്ചു കൊടുത്തത്. അല്ലെങ്കിൽ ഈ ബാന്ദ്ര പോലെയുള്ള സിനിമക്ക് ആരെങ്കിലും തലവെച്ചു കൊടുക്കോ? ഇതെന്ന് പറയുന്നത് ഇതും അതുപോലെ തന്നെ. ഞാൻ പറഞ്ഞു, ഇയാൾക്ക് ഇപ്പോഴും ഇതൊന്നും അല്ല ചേരുന്നത്. ഇദ്ദേഹത്തിന് ചേരുന്നത് എനിക്കപ്പോൾ തോന്നുന്ന പഴയ ജനപ്രിയരായിട്ടുള്ള അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണെങ്കിൽ പിന്നെയും ആൾക്കാർ കാണും. ഇമാതിരി കോലം കെട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആർക്കും കാണാൻ താല്പര്യമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാംലീല എന്ന് പറയുന്ന ഹിറ്റിന് ശേഷം ദിലീപിന്റെ ഒരു ഹിറ്റ് പോലും കാര്യമായിട്ട് വന്നിട്ടില്ല. ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപിന്റെ മനസ്സിൽ എന്തോ ഒരു ഭയം, എന്തോ ഒരു പേടി കുടുങ്ങിയിട്ടുണ്ട്. ഈ ഒരു സിനിമയിലും അത് കൃത്യമായിട്ട് കാണാനുണ്ട്. ദിലീപിന്റെ മനസ്സ് ക്ലിയർ അല്ല. മനസ്സ് ക്ലിയർ അല്ലാതെ ദിലീപ് എന്തിനോ വേണ്ടിയിട്ട് അഭിനയിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദിലീപിന് ഇതിൽ നിന്നൊരു മോചനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പിടിച്ചാലും ദിലീപിന് ഇതിൻ്റെ അകത്തൊന്നും മോചനമില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ദിലീപിനോടാണ് എല്ലാവർക്കും ശത്രുത, അല്ലാതെ വേറെ ആരോടും അല്ല. ഇവിടെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാകും, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ദിലീപ് എന്ന് പറയുന്ന ഒരാളോട് മാത്രമാണ് ശത്രുതയുള്ളത്. അല്ലാതെ പൾസർ സുനിയോടോ മറ്റേ സുനിയോടോ ഇവനോടോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനി ദിലീപ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നു കഴിഞ്ഞാലും ഇവിടെയുള്ള ആൾക്കാരൊന്നും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോഴും അവർ പറയും ഇതും പൈസ കൊടുത്തിട്ട് നേടിയതാണെന്ന്. അങ്ങനെ വരുള്ളൂ. പിന്നെ സിനിമയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, സിനിമയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിനെ നല്ലവരാക്കാനും വെള്ളപൂശാനുമായിട്ട് ശ്രമിക്കുന്ന കുറെ മുഹൂർത്തങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പിന്നെ മോഹൻലാലിനെ പോലെയുള്ള ഒരു നടനെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇതിന്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വൈരാഗ്യത്തിൽ ആരെങ്കിലും സിനിമ കാണാതിരുന്നാലും നമുക്ക് ഈ സിനിമ ഓടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദിലീപ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സിനിമ ഓടിയാൽ മതി എന്നുള്ള തരത്തിൽ മോഹൻലാലിനെ കൊണ്ടുവന്നിരിക്കുക. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതൊരു ബിസിനസ് ട്രിക്കാണ്. പിന്നെ ഗോകുലം ഗോപാലിനെ പോലെയുള്ള ഒരാൾ പൈസ ഇറക്കുമ്പോഴേ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ അങ്ങേര് ചെയ്യും. അത് അങ്ങേർക്കും അറിയാം ഇത് എങ്ങനെ ഓടിക്കണം എന്ന് കൃത്യമായിട്ട് അറിയാം. അല്ലാതെ എന്ന് പറഞ്ഞ ഈ സിനിമ ബാന്ദ്രേനെക്കാട്ടി അബദ്ധമെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ബാന്ദ്ര പോലും നമുക്ക് കുറച്ചെങ്കിലും കണ്ടിരിക്കാം, അതിലും വലിയൊരു അബദ്ധം തന്നെയാണ് ഈ സിനിമ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാനുള്ള ഇടയില്ല. പിന്നെ ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ അവർക്ക് കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഇഷ്ടപ്പെടാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ധ്യാൻ ശ്രീനിവാസനും അതുപോലെ വിനീത് ശ്രീനിവാസനും തമ്മിലുള്ള ഫാമിലി ഫൈറ്റ്, അതും ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കോമഡിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ
ഞാൻ പടം വേറൊരു ലെവലാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ബൈജു ഒക്കെ എന്ന് പറഞ്ഞാൽ അവസാനമാകുമ്പോഴേക്കും നനഞ്ഞ പടകം പോലെയായി കരഞ്ഞോടാ എന്നെല്ലാം പറഞ്ഞിട്ട് വെറും കോമഡി. ഒരു മുഖ്യമന്ത്രി പറയേണ്ട കോമഡി ഒന്നല്ല ബൈജു എന്നും പറയുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് മുഖ്യമന്ത്രി എന്നറിയാം, ആരാണ് പോലീസ് ഓഫീസർ എന്നറിയാം, ആരാണ് ഇതിന്റെ പുറകിൽ എന്നറിയാം, എല്ലാം അറിയാം. അതായത് നമുക്ക് വട്ടുപിടിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഭാഗ്യം. ദിലീപ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പറയുന്നത് എനിക്ക് പ്രാന്തായതാണോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് പ്രാന്തായതാണോ, ഞാൻ പറഞ്ഞിട്ട് ഒരാൾ കേൾക്കുന്നില്ല, അപ്പൊ എനിക്ക് തന്നെയാണ് പ്രാന്ത് എന്ന് ദിലീപ് ഇത് പ്രൂവ് ചെയ്ത് തരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിലീപിന്റെ ഈ അടുത്തിറങ്ങിയ എല്ലാ സിനിമകളും ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു സിനിമയായതുകൊണ്ടാണ് നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നാതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഈ അടുത്ത കാലത്ത് എല്ലാ സിനിമയും അങ്ങനെയാണ്, ദിലീപിനെ എന്താ പറയേണ്ടത്, ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നത്. ഈ സിനിമയും അതുപോലെ തന്നെയാണ്. അതായത് ഞാനൊന്നും അറിയില്ല രാമനാരായണൻ, ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്ന തരത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു ദിലീപ് സിനിമ കാണാൻ പോകുന്ന തരത്തിൽ പോകാൻ കണ്ടുവരാം എന്നല്ലാതെ അവർ വിചാരിച്ചത്ര ഒരു ഹൈപ്പിലൊന്നും കൊണ്ടുപോകാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ദിലീപിന് അങ്ങനെ ഒരു സിനിമ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വരാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ അങ്ങേരുടെ ആ ഒരു ആദ്യത്തെ ഒരു വാസനയും കാര്യങ്ങളും, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ മുഖം കാണുമ്പോൾ നമുക്ക് മറ്റു പലതും ഓർമ്മ വരും. ഇനി എന്തൊക്കെ ദേഷ്യമില്ല, ഞാൻ ദിലീപിന്റെ കട്ട ഫാനാണ്, ദിലീപിനെ അത്രയും ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ നടക്കുന്നില്ല, എന്താണ് ഇതിന്റെ സംഭവം എന്നൊക്കെ അറിയാതെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് പെടയുന്ന ഒരു ഹൃദയമില്ല. അതേപോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവിടെയുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ ദിലീപിനോട് ഒരു തരം എന്താ പറയുക പുച്ഛം കലരുന്നവരുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ നീ ഒരു ദുരന്തമാകണം എന്ന് പറയുന്നവരുണ്ട്, ഒരുപാട് പേര് പ്രാകുന്നുണ്ട്, ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര, അതായത് എങ്ങനെ ദിലീപ് ഇതിൻ്റെ അകത്ത് വന്നു പെട്ടു എന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ദിലീപിനെ കാട്ടിയും കൂടുതൽ കാത്തിരിക്കുന്നത് ദിലീപിന്റെ ആരാധകരാണ്. ദിലീപ് ഏട്ടൻ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടോ, ദിലീപ് ഏട്ടൻ ഇതിൻ്റെ അകത്ത് സത്യത്തിലുണ്ടോ എന്നുള്ള ഒരു സംശയം അവർക്ക് തന്നെയാണ് കൂടുതൽ. അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ കാത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ദിലീപിനോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ പടവും അതുപോലെ ഇതൊന്നും ഇറക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴീ പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരിക്കോ കൊള്ളേണ്ടവർക്കൊക്കെ കൊള്ളുന്ന ഒരു സിനിമയാണ്, കിട്ടേണ്ടവർക്കൊക്കെ കിട്ടുന്ന ഒരു സിനിമയാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല ഈ സിനിമ. ഞാൻ പറഞ്ഞല്ലോ വലിയ കഥയോ കഥാതന്തുക്കളോ അല്ലെങ്കിൽ നമുക്കെന്താ മനസ്സറിഞ്ഞ് നമ്മളുടെ ടെൻഷൻ മാറ്റി വെക്കാനോ ഒന്നുമില്ല, ഒരു മാങ്ങാത്തോലിയില്ലാതെ ഒരു സിനിമയാണ്. ബബ്ബബ്ബ എന്ന് പറയുന്ന പോലെ തന്നെ എന്താ സിനിമ നിൽക്കുക ബബ്ബബ്ബ അങ്ങനെ അതേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ അകത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സിദ്ദിഖ് എന്താ ഒഴിഞ്ഞു പോയതെന്ന് എനിക്കറിയില്ല കേട്ടോ. ദിലീപിന് സ്തുതി പാടുന്ന എല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്, ദിലീപിനെ നല്ലതായിട്ട് എന്ന് പറഞ്ഞാൽ തോന്നിക്കുന്ന ആൾക്കാർ മുഴുവൻ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സിദ്ദിഖ് ഇല്ലാഞ്ഞത്, അതൊരു വലിയ ചോദ്യമാണ്. സിദ്ദിഖില്ല, ധർമ്മജനില്ല, ധർമ്മജൻ ഇവിടെ, സിദ്ദിഖ് എവിടെ, ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് ബബ്ബബ്ബയുടെ വിശേഷങ്ങൾ. ബബ്ബബ്ബ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം, ഞാൻ അത്ര വലിയ ഒരു ഇത് കൊടുക്കുന്നത്. എന്നാലും ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് കലാകാരന്മാരുടെ ഉപജീവന മാർഗമാണ്. അത് ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. നിങ്ങൾ ആരും ഈ സിനിമ പോയി കാണരുത് എന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തുമില്ല. പക്ഷെ സിനിമയെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നന്ദി, നമസ്കാരം.